ആർ എസ് എസ്സുകാർ സൈനിക പരിശീലനം നൽകുന്നുണ്ടല്ലോ, സൈനിക് സ്കൂളുകൾ നടത്തുന്നുണ്ട് ആർ എസ് എസ്സുകാർ എന്ത് ചെയ്യുന്നത്, സൈന്യത്തിലേക്ക് ആളുകൾ റിക്രൂട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. എത്ര ആർ എസ് എസ്സുകാർ വീരമൃത്യു മരിച്ചിരുന്ന ലിസ്റ്റ് ആർ എസ് എസിന് പുറപ്പെടുവിക്കാൻ പറ്റുമോ? എത്ര പേർ യുദ്ധമുന്നണിയിൽ, എത്ര ആർ എസ് എസ്സുകാർ, ഞാൻ ആർ എസ് എസ്സുകാരൻ ആണെന്ന് പറയുന്ന ഒരു സൈനികൻ അല്ലെങ്കിൽ ആർ എസ് എസ് റിക്രൂട്ട് ചെയ്ത് എത്ര പേർ വീരമൃത്യു വരിച്ചിട്ടുണ്ടാവും? അതിൻ്റെ ഒരു ലിസ്റ്റ് ആർ എസ് എസ് പുറത്തു വിടട്ടെ. പക്ഷേ ആർ എസ് എസ് അഫിലിയേഷനുള്ള സൈനികർ പ്രസിദ്ധരായിട്ടുള്ള മറ്റ് പല കാര്യങ്ങൾക്കാണ്. ഒന്ന് ചാരപ്രവർത്തിക്കുക, DRDOയിൽ നിന്ന് പാകിസ്ഥാന് വിവരം ചോർത്തി കൊടുത്ത ഒരു ആർ എസ് എസ്കാരനെ പറ്റിയുള്ള നമ്മളിവിടെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. കേണൽ ശ്രീകാന്ത് പുരോഹിത് ആർ എസ് എസ്കാരനായിരുന്നു, മാലേഗാവ് സ്ഫോടനത്തിൽ പ്രതിയാണ്. അതായത് സൈന്യത്തിൻ്റെ ആയുധ ഡിപ്പോയിൽ നിന്ന് RDX മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ടാണ് മാലേഗാവിൽ പ്രഗ്യാ സിംഗ് ഠാക്കൂറുമായി ചേർന്ന് ഭീകരാക്രമണം നടത്തിയതെന്നാണ് കേസ്. ആ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല. പക്ഷേ പ്രഗ്യാ സിംഗ് ഠാക്കൂർ പാർലമെൻറ്റിലുണ്ടായി, അത് വേറൊരു കാര്യം. അപ്പോൾ യഥാർത്ഥത്തിൽ ദേശക്കൂർ എന്താണ് എന്നതിനെക്കുറിച്ചുള്ളൊരു ഡിബേറ്റ് ഇത് തുടക്കം കുറിക്കേണ്ടതാണ്. RSS വിചാരിക്കുന്ന ദേശസ്നേഹം, RSSൻ്റെ ദേശസ്നേഹം എന്ന് പറഞ്ഞാൽ എത്രമാത്രം കപടമാണെന്നുള്ളതിന് കൂടി തെളിവാണ് ഈ കുവർ വിജയ് ഷായുടെ പരാമർശം. RSSകാർ വിചാരിക്കുന്നത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും സിഖുകാർക്കും പാഴ്സികൾക്കും ഒന്നും ദേശസ്നേഹം ഉണ്ടാവില്ല, ഒരു ഹിന്ദുക്കളായാലും ദേശസ്നേഹം ഉണ്ടാവണമെന്നാണല്ലോ. നമ്മുടെ രാജ്യം ഇപ്പോൾ സ്വതന്ത്രമായത് മുതൽ, ഇപ്പോൾ 47-48 ഇന്ത്യ പാക് യുദ്ധം, പിന്നെ 60 യുദ്ധം, 70 ബംഗ്ലാദേശ് വിമോചനം, അങ്ങനെ തുടങ്ങിയുള്ള ഇന്ത്യ നേരിട്ടുള്ള എല്ലാ യുദ്ധങ്ങളെ എടുത്തു നോക്കുക. ഈ യുദ്ധങ്ങളിൽ പങ്കെടുത്തവർക്ക് മതമുണ്ട്. പക്ഷേ ഇന്ത്യൻ സൈന്യം അതൊരിക്കലും മതപരമായി രേഖപ്പെടുത്തില്ല. ഇത്ര ആളുകൾ മരിച്ചു, ഇത്ര ആളുകൾക്ക് വീരമൃത്യു ലഭിച്ചു, അവർക്ക് ഈ മതക്കാരായിരുന്നു അവർ രേഖപ്പെടുത്തുന്നില്ല. അതവർ അതിൻ്റെ സെക്യുലർ നേച്ചർ കൊണ്ടാണ്. പക്ഷെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ധാരാളം മനുഷ്യർ, അതായത് ഈ RSSൻ്റെ കാഴ്ചയിലെ ഹിന്ദുക്കൾ അല്ലാത്ത ധാരാളം സൈനികർ എന്ത് ചെയ്തിട്ടുണ്ട്, കിൽഡ് ഇൻ ആക്ഷൻ, അവർ യുദ്ധത്തിൽ മരിച്ചിട്ടുണ്ട് ധാരാളം പേർ. പരമവീർ ചക്രയുടെ ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക, അതിൽ തന്നെ എത്രയോ ആളുകളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ദേശക്കൂറിനെയാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത്. ഈ വീരമൃത്യു വരിച്ച ഈ പട്ടാളക്കാരുടെ ദേശക്കൂറിനെ കൂടിയാണ് ഈ കുവർ വിജയ് ഷാ ചോദ്യം ചെയ്യുന്നത്.